വടകര അംഗം പൊളിക്കുകയാണ്. യഥാർത്ഥത്തിൽ വടകരക്കാരുടെ മനസ്സിലെന്ത്? ഇവിടെ ജയിക്കാൻ സാധ്യത ഭൂരിപക്ഷം മുരളീധരൻ. വടകര കോൺഗ്രസ് തന്നെ കിട്ടും. മുരളീധരനാണെങ്കിൽ മുരളീധരൻ സാധ്യതയുണ്ട്. LDF കുറച്ച് സീറ്റ് വടകര. ഇപ്രാവശ്യം ജയിക്കും ഷുവർ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ പറയാൻ പറ്റും. വടകരയിൽ ആര് ജയിക്കും വെച്ചാൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കും. വടകര ആര് ജയിക്കും? അങ്ങനെ പറയാൻ പറ്റൂല. അപ്പോൾ UDF മുരളീധരൻ വമ്പിച്ച ഭൂരിപക്ഷത്തോട് തന്നെ വിജയിക്കും. നമുക്കൊരു അഭിപ്രായം പറഞ്ഞുകൂടാ, പറയാനായിട്ടില്ല. വടകര ആര് ജയിക്കുമെന്ന് വെച്ചാൽ അത് നമ്മളെ ജയരാജൻ തന്നെ ഷുവർ, യാതൊരു മാറ്റവും ഇല്ല. പറയുന്ന ഇപ്പോൾ വ്യക്തിപരമായിട്ടൊന്നും പറയാൻ സാധിക്കില്ല. വടകര ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് മുരളീധരൻ ജയിക്കേണ്ടതാ. വടകര മുരളി തന്നെ. വടകര എന്ന് പറയുന്നത് ആദ്യ ഉള്ളതല്ലേ UDF-ൻ്റെ ഐക്കുറിയും UDF തന്നെ കരസ്ഥമാക്കുന്നതാണ്. വടകര ജയരാജ്. എനക്കൊന്നും പറയില്ല. വടകര ജയരാജൻ ജയിക്കും. ആയിരിക്കും ജയരാജ് ജയിക്കായിരിക്കും. അറിയില്ല, മുരളീധരനാണ് സാധ്യത കാണുന്നത്. എന്താ പറയുക, നമുക്കൊന്നും പറയാത്തൊരു കണ്ടീഷനിലല്ലേ പോകുന്നത്. വടകര മുസ്ലിം ലീഗ് ജയിച്ചോട്ടെ. ഞാൻ CPI വളരെ CPM നമ്മൾ പറയാം. അത് ഞാൻ പറയാൻ ആളല്ല, നമുക്ക് പറയാൻ പറ്റൂല. നമുക്ക് രാഷ്ട്രീയമില്ല. ജയരാജ്. ആര് ജയിക്കും? രണ്ടും സംശയത്തിലാ, രണ്ടാക്കും ചാൻസ് ഉണ്ട്. ജയരാജേട്ടൻ ജയിക്കും. അത് എൻ്റെ അഭിപ്രായത്തിൽ ഇടതുപക്ഷം തന്നെയാണ്. വടകര UDF ജയിക്കും. എന്നാൽ ഇവിടെ ജയരാജൻ ജയിക്കും. വടകര ആരായിരിക്കും? മുരളീധരൻ. വടകര ആര് ജയിക്കുന്ന നമുക്ക് ഇപ്പം അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. മുരളി ജയിക്കണം. ജയരാജൻ ജയിക്കണ്ടല്ലേ? എല്ലൊന്നും പറയാൻ പറ്റൂല. അതിപ്പം പറയാൻ പറ്റില്ല. എൻ്റെ അഭിപ്രായത്തിൽ PG ജയരാജനാണ്. വടകര വാശിയേറിയ മത്സരമാണ്. ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റില്ല, നല്ല മത്സരമായിരിക്കും. ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. ജയരാജ്. UDF ജയിക്കും. മുരളി ജയിക്കും വിചാരിക്കുന്നു. ഒന്നും പറയാൻ പറ്റാത്ത ഇപ്പം പറയാൻ പറ്റില്ല, കുറച്ചും കൂടി കഴിയണം.